നമസ്കാരം. ഈ നിലവിളക്കിൻ്റെ വെളിച്ചത്തിൽ പട്ടിൽ പൊതിഞ്ഞു കിടക്കുന്ന അച്ഛൻ്റെ മുഖം ജീവിതത്തിൽ എനിക്ക് മറക്കാൻ കഴിയാത്തതാണ്. അച്ഛൻ മരിച്ചതോടെ അച്ഛൻ വാങ്ങിത്തന്ന ശാന്തിവിളയിലെ വീട്ടിൽ സ്ഥിരതാമസമാക്കി ഞങ്ങൾ. 27.5 സെൻറ്റ് സ്ഥലവും 7 മുറികളും അടുക്കളയും ഇറയവും വർക്കേരിയും ഒക്കെയുള്ള തട്ടടിച്ച നല്ല ഓർഡർ വീടായിരുന്നു. ആ വഴിയിൽ, ആ കരടിയോട് ഇടവഴി എന്നാണ് പറയാറ്, ആ ഇടവഴിയിൽ ആദ്യമായി ഓടിട്ട ഒരു വീട് വന്നത് ഞങ്ങളുടേതായിരുന്നു. കറണ്ട് എടുത്ത അല്ലെങ്കിൽ എലക്ട്രിസിറ്റി വലിച്ച 5-6 പോസ്റ്റ് ഇട്ടൊക്കെയാണ് കറണ്ട് കൊണ്ടുവന്നത്. ആ ഇടവഴിയിൽ ആദ്യത്തെ വീടും ഞങ്ങളുടേതായിരുന്നു. റേഡിയോ ഉള്ള ഏക വീടും എൻ്റേതായിരുന്നു. എൻ്റെ വലിയമ്മയെ, അമ്മയുടെ ജ്യേഷ്ഠത്തിയെ, ഒരു പട്ടാള സുബേദാറാണ് വിവാഹം കഴിച്ചത്. അവർക്ക് 2 പെൺമക്കൾ. ബാക്കി അമ്മയുടെ കൂടെയുള്ള 4 മക്കളും അപ്പൂപ്പനും അമ്മുമ്മയും ഞങ്ങൾ, അനിയനും ജ്യേഷ്ഠനും, പിന്നെ അമ്മ. ഇത്രയും പേര് ഒന്നിച്ച് കഴിഞ്ഞ വീടായിരുന്നു ശാന്തിവിളയിലെ. എല്ലാ ചിലവുകളും അമ്മയുടെ വരുമാനത്തിലായിരുന്നു. കാട്ടിൽ നിന്ന് ഫോറസ്റ്റുകാർ മുറിച്ച് വിൽക്കുന്ന വലിയ തടികൾ, വിറകിനുള്ള തടികൾ, ഒരു ലോഡ് അമ്മ ഇറക്കുമായിരുന്നു. ആളുകളെ വെച്ച് കീറി അടുക്കി അത് തൂക്കി വിൽക്കുമായിരുന്നു. തേങ്ങ വാങ്ങിക്കൂട്ടി ചില്ലറയ്ക്കായി വിൽക്കുക, ചാക്കുംപടി അരിയെടുത്ത് അളന്ന് വിൽക്കുക, പിത്തളയിലൊക്കെയുള്ള ബ്രാസിലൊക്കെയുള്ള വലിയ പാത്രങ്ങൾ പണയം വാങ്ങുക, ചെറിയ ചെറിയ സ്വർണ്ണാഭരണങ്ങൾ ഈട് വാങ്ങിക്കൊണ്ട് കാശ് പലിശയ്ക്ക് കൊടുക്കുക. ഇതൊക്കെയായിരുന്നു ഞങ്ങളെ മാത്രമല്ല അമ്മയുടെ കുടുംബത്തെയും പോറ്റാനായി അമ്മ കണ്ട ഏക വരുമാന മാർഗം. മറന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു വിളയിൽ, ആ വിളയിലുള്ള 25 തെങ്ങ് ഒറ്റയ്ക്ക് കൊടുക്കാനുണ്ട് എന്ന് വന്ന് പറഞ്ഞാൽ അമ്മ ആ 25 തെങ്ങും ഒറ്റയ്ക്ക് വാങ്ങുമായിരുന്നു, ഒരു തുക കൊടുത്തിട്ട്. അവർക്ക് എന്തെങ്കിലും വലിയൊരു അത്യാവശ്യത്തിനായിരിക്കും. ഒരു തെങ്ങിന് അന്നത്തെ കാലത്ത് 100 രൂപയോ 50 രൂപയോ എന്തോ വെച്ച് കൊടുക്കും. അപ്പോൾ 25 തെങ്ങിനാകുമ്പോൾ ഒരു വലിയ തുകയായില്ലേ. എന്നിട്ട് അവിടെ പോയി മാസം ഞങ്ങൾ തേങ്ങ വെട്ടിയെടുക്കുമായിരുന്നു. ആ തേങ്ങയും വിൽക്കാനാണ്. ഒരു അനുജത്തെയും അനുജനെയും വിവാഹത്തിൻ്റെ എല്ലാ ചിലവും മുടക്കി വിവാഹം നടത്തി കൊടുത്തത് അമ്മയായിരുന്നു. എല്ലാം ഞങ്ങൾ തിന്നേണ്ട കാശാണ്. അമ്മയുടെ പണപ്പെട്ടിയിൽ നിന്നും അമ്മ അറിയാതെ രൂപ മോഷ്ടിച്ച് പഠിക്കാൻ സ്കൂളിൽ പോകുന്ന ബുക്കിനകത്ത് വെച്ച് സ്കൂളിൽ കൊണ്ടുപോയി കൂട്ടുകാരികൾക്ക് യഥേഷ്ടം എൻ്റെ ഇളയ കുഞ്ഞമ്മ ഐസ്ക്രീമും കടലമിഠായിയും ആനപ്പുളിഞ്ചിക്കയും കാരയ്ക്ക ഉപ്പിലിട്ടതും ഒക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഞാൻ ആദ്യമായി ഐസ്ക്രീമിൻ്റെ രുചി നുണഞ്ഞത് ഈ പറഞ്ഞ കുഞ്ഞമ്മ അമ്മേരിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന പൈസയിൽ നിന്ന് എനിക്ക് വാങ്ങിത്തന്നാണ്. സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞമ്മയുടെ കൂടെയാണ് സ്കൂളിൽ പോണത്. അപ്പോൾ ഈ ഐസ്ക്രീം വാങ്ങിച്ചു തരും. ഒരു 4-5 കൂട്ടുകാരികൾ കാണും, അവർക്കും വാങ്ങിച്ചു കൊടുക്കും. കാരണം ഛേദമില്ലല്ലോ. അക്കച്ചി എന്നാണ് അവരെല്ലാം വിളിക്കണേ. ചേച്ചിയുടെ പൈസ എടുത്താണ് ഇതൊക്കെ ചെയ്തിരുന്നത്. മറുവശത്ത് ഇളയ മാമൻ ദിവസപ്പിരിവ് എന്ന കലാപരിപാടി തുടങ്ങി. ഒരു സൈക്കിളും ഒരു ബാഗും ഒക്കെ ആയിട്ട് വൈകുന്നേരം ആകുമ്പോൾ, സന്ധ്യ ആകുമ്പോൾ കടകൾ തോറും ചെന്ന് പൈസ കൊടുത്തിരിക്കുന്നതിന് ദിവസം ഇത്ര രൂപ വെച്ച് തിരിച്ചു തരണം. അത് തുടങ്ങി. അന്നത്തെ കാലത്ത് മാമൻ 1000ങ്ങൾ തൊലച്ചു അമ്മയുടെ. അതിൻ്റെ കുറ്റബോധമാകണം എല്ലാവരും ഇട്ടെറിഞ്ഞു പോയപ്പോഴും ഈ മാമൻ ഞങ്ങളെ വിട്ടു പോയില്ല. അതിനാൽ ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് പറയാം. അമ്മയും അനിയനും പോയല്ലോ. മാമനും കുഞ്ഞമ്മയും വിവാഹിതരായതോടെ അമ്മുമ്മ ആദ്യം വലിഞ്ഞു വല്യമ്മയുടെ വീട്ടിലേക്ക്. പിന്നാലെ ഇളയ കുഞ്ഞമ്മയും അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ അപ്പൂപ്പനും പോയി. എല്ലാം പൊളിഞ്ഞു. ഒരു നേരത്തെ വയറ് നിറച്ചുള്ള ഭക്ഷണം. നാളെ ദീപാവലിയാണ്. ഇത് ചിത്രീകരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ദീപാവലിയാണ്. ഞങ്ങളുടെ വയറ് നിറയുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ദീപാവലിക്കോ ഓണത്തിനോ മാത്രമായി. ശാന്തിവിളയിലെ പലവ്യഞ്ജന കടയിൽ ചെന്ന്, കോപ്പറേറ്റീവ് കട എന്നാണ് പറയാറ്, അവിടെ ചെന്ന് സാമീര കടയിൽ ചെന്ന് 25 പൈസയുടെ ഉഴുന്ന് വാങ്ങി ഒരു നാഴി അരി, റേഷൻ അരി ഇട്ട് ആട്ടുകല്ലിൽ അമ്മ തന്നെ അരച്ച് ഉണ്ടാക്കുന്ന ദോശയും, തേങ്ങ വാങ്ങാൻ നിവൃത്തിയില്ലാത്തതിനാൽ തേങ്ങയില്ലാതെ അമ്മ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങും ഉള്ളിയും കൊണ്ടുണ്ടാക്കുന്ന കൂട്ടുകറിയും കഴിച്ചതുപോലെ സ്വാദിഷ്ടമായ ദീപാവലി കാലത്തെ പ്രഭാത ഭക്ഷണം പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടേയില്ല. ഇനി സിന്ധു പിണങ്ങിയാലേ ശരി, ആ രുചിയുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 100 കണക്കിന് തെങ്ങ് പാട്ടത്തിന് വാങ്ങി അതിലെ തേങ്ങ വെട്ടിക്കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതിനെ ഒരു തേങ്ങയ്ക്കോ 2 തേങ്ങയ്ക്കോ വരുന്നവർക്ക് വിറ്റിരുന്ന വീട്ടിൽ
കറിക്കൊരു തേങ്ങയില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അല്ലെങ്കിൽ പ്രാവശ്യമ്പലത്ത് ചന്തയിൽ ചെന്നാൽ 5 പൈസ കൊടുത്താൽ ഒരു പൂള് തേങ്ങ കിട്ടും. ഒരു മുറി തേങ്ങയിൽ 4-5 പൂളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഒരു പൂളിന് 5 പൈസ കൊടുത്താൽ മതി. അത് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് പോയതുകൊണ്ടാണ് അമ്മ തേങ്ങയില്ലാതെ കൂട്ടുകറി ഉണ്ടാക്കി ഇഡ്ഡലിയുടെ കൂടെ വയറ് നിറച്ച് കഴിക്കാൻ തരുമായിരുന്നു. നേമം ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ 1 മണിക്ക് സ്കൂൾ വിടും, പിന്നെ 2 മണിക്കല്ലേ തുറങ്ങും. ഊണ് കഴിക്കാനായിട്ട് വിടുന്നതാണ്. ബെല്ലടിച്ചാൽ അപ്പം തന്നെ ഞാൻ നേമത്ത് നിന്ന് വീടിനടുത്തുള്ള നെടുങ്കുളം വരെ നട്ടുച്ചയ്ക്ക് നടന്നിട്ട് തിരികെ സ്കൂളിലെത്തുമ്പോൾ മണി 2 ആകും. ഈ വെയിലത്ത് നടന്ന് വീട്ടിൽ പോകാതെ ചോറോ കാപ്പിയോ കൊണ്ടുവരാത്തത് എന്താ എന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ തണുത്ത ആഹാരം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, ചൂടോടെ കഴിക്കണമെന്ന് അവരുടെ കള്ളം പറയുമായിരുന്നു. അതിന് വേണ്ടിയാണ് ഈ വെയിലത്ത് പോകണതെന്നാണ് ഞാൻ പറയണത്. കുളത്തിൻ്റെ കരയാണ് പോയി നിൽക്കണേ. വീട്ടിനടുത്ത് ആരെങ്കിലും മരിച്ചിരുന്നെങ്കിൽ സഞ്ചയനത്തിന് 3 ഇഡ്ഡലിയും 1 ഉഴുന്നുവടയും 1 പഴവും ചായയും കിട്ടിയനെ എന്ന് ഒരുപാട് ആശിച്ച ബാല്യമാണ് എൻ്റെ. എന്തിനാ ഒളിച്ചു വയ്ക്കണം അല്ലേ? ഒരു സഞ്ചയനത്തിന് പോയെങ്കിൽ 3 ഇഡ്ഡലിയും 1 ഉഴുന്നുവടയും ചമ്മന്തിയും സാമ്പാറും ചായയും കിട്ടുമായിരുന്നു എന്ന് ആഗ്രഹിച്ച കുട്ടിക്കാലം ഉണ്ടായിരുന്നു എനിക്ക്. പലിശയ്ക്ക് കൊടുത്ത് ആവശ്യത്തിലധികം കാശ് സമ്പാദിക്കുന്നു എന്ന് ആരോ കൊടുത്ത പരാതിയിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയ പോലീസുകാർ ഒന്നും കിട്ടാതെ വന്നപ്പോൾ 10 പഴകിയ തേങ്ങകൾ വീതം വേണം അമ്മാവ എന്ന് അപ്പൂപ്പനോട് പറഞ്ഞു. അതിനെന്താ ഉള്ളേ എന്ന് ഇരുത്തിയിട്ട് 8 പോലീസുകാരാണ് വന്നത്. ഒരു SIയും ബാക്കി 7 പോലീസുകാർ. ആ 8 പേർക്കും 10 തേങ്ങ വീതം 80 തേങ്ങ 8 പേർക്ക് കൈക്കൂലി കൊടുത്ത വീട്ടിലാണ് ഒരു മുറി തേങ്ങ അരയ്ക്കാനില്ലാതെ വിഷമിച്ച കാലം വന്നത്. പോലീസ് വരുന്നതിന് അരമണിക്കൂർ മുമ്പ് പണയം വാങ്ങി വച്ചിരുന്ന സ്വർണമെല്ലാം ബാങ്കിലേക്ക് കൊണ്ടുപോയി അമ്മ കൊടുത്തത് കാരണം, പണയം വെച്ചത് കാരണം റെയ്ഡിൽ പിടിക്കാൻ പറ്റാത്തതാൽ ഒരു അരമണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ എല്ലാ സ്വർണവും പോയെന്നെ. റേഷൻ വാങ്ങാൻ ഒരു 10-15 രൂപ അക്കൻ എന്ന് പറയുന്നത് വലിയമ്മയെ പറയുന്നതാണ്, ചേച്ചിയെ പറയുന്നതാണ് ഞങ്ങളെ നാടൻ ഭാഷയിൽ അക്കനെന്ന്. 10-15 രൂപ അക്കൻ തന്നാലോ എന്ന ആഗ്രഹത്തിൽ മലയൻകീഴിനടുത്ത് മച്ചേൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്ന വലിയമ്മയുടെ വീട്ടിലേക്ക് ഒരു നാൾ അമ്മ പോയി. അമ്മ പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ബസ്സിന് പൈസയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അല്ല തിരിച്ചു വരാനും ഉണ്ടോ എന്ന് ചോദിച്ചു. തിരിച്ചു വരാൻ എന്തിനാ കാശ്? അക്ക അവിടെ കാണൂല്ലേ, അക്കൻ തരും ബസ്സിന് പൈസ. ഞാൻ കേട്ടു വലിയമ്മ വീട്ടിലില്ലെങ്കിൽ അമ്മ എങ്ങനെ വരും എന്ന് കേട്ടു. ഇവൻ്റെ കാര്യം നാക്കെടുത്താൽ ഇവൻ കുരുത്തം കെട്ട വർത്താനേ പറയുള്ളൂ, നെഗറ്റീവായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ് മരിക്കുന്നവരെയും അമ്മ പറയുന്നത്. ഞാൻ പ്രാക്ടിക്കലായിട്ട് ചോദിച്ചതാണ്. അമ്മ വഴക്കും പറഞ്ഞിട്ട് മച്ചയിലേക്ക് പോയി. ഒരു 15 രൂപ കിട്ടിയാൽ ഒരാഴ്ചത്തെ റേഷൻ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ വലിയമ്മയില്ല. വലിയമ്മ ചേച്ചിയുടെ വീട്ടിലെന്തോ പോയി. 6 മണി വരെ അമ്മ കാത്തിരുന്നു, വലിയമ്മ വന്നില്ല. അമ്മ ചെറുപ്പമാണേ, 10-12 കിലോമീറ്റർ ഉണ്ട് മച്ചയിൽ നിന്ന് ശാന്തിവിള എത്താൻ. റോഡേ കരഞ്ഞുകൊണ്ട്, രാത്രിയായതുകൊണ്ട് ആരും കാണൂല്ലോ, റോഡേ കരഞ്ഞുകൊണ്ട് മുഖം ചീർത്ത് രാത്രി 10 മണിയൊക്കെ ആവാറായപ്പോൾ അമ്മ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ചു വരാനുള്ള ബസ്സിൻ്റെ പൈസ പോലും അമ്മ ഇല്ലായിരുന്നു. ഞങ്ങളെ 2 പേരെയും വളർത്താനായിട്ട് എൻ്റെ അമ്മ അനുഭവിച്ച സ്ട്രഗിൾ എനിക്ക് മറക്കാനാവില്ല. ഫോട്ടോയ്ക്ക് പിന്നിൽ പറയണമെങ്കിൽ ഇത്രയും ആമുഖമായി പറയണം എന്നതിനാലാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. സമ്പന്നമായ ജീവിതം നയിക്കുന്ന അമ്മയ്ക്ക് ഞങ്ങളോളം അല്ലെങ്കിൽ ഞങ്ങളെക്കാൾ മേളിൽ സ്നേഹമായിരുന്നു വലിയമ്മയുടെ 2 പെൺമക്കളെയും, പ്രത്യേകിച്ച് മൂത്ത ചേച്ചിയെ. അമ്മ പ്രസവിച്ചില്ല എന്നേ ഉള്ളൂ, അത്ര സ്നേഹമായിരുന്നു. ഒരു വെക്കേഷൻ കാലത്ത് അമ്മ മച്ചയിൽ പോയി 2 പേരെയും കൂട്ടിയിട്ട് വന്നു, വലിയമ്മയുടെ മക്കളെ. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാം എന്ന് തീരുമാനിച്ചു. ഈ ഫോട്ടോയിൽ, നിങ്ങൾ കാണുന്ന ഈ ഫോട്ടോയിൽ ഇടത്തെ അറ്റം നിൽക്കുന്നത് എൻ്റെ അമ്മയുടെ എല്ലാത്തിലും ഇളയ അനിയത്തിയാണ്, എൻ്റെ കുഞ്ഞമ്മയാണ്. നേരത്തെ പറഞ്ഞ പൈസ മോഷ്ടിക്കുന്ന കക്ഷി, ഐസ് കുടിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ ആ മുഖത്തിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. കടന്ത കുത്തിയതുപോലെ ഇരിക്കുന്നതിൻ്റെ കാരണം അമ്മയും മൂത്ത കുഞ്ഞമ്മയ്ക്കും വലിയമ്മയുടെ 2 പെൺമക്കൾക്കും അമ്മ നൽകിയ സ്വർണ്ണമാലകൾ ഫോട്ടോ എടുക്കാനായിട്ടേ അമ്മ സ്വർണ്ണമാലകളെല്ലാം എടുത്തു കൊടുത്തു, അവർക്കെല്ലാം ഇടാൻ വളയും ഒക്കെ കൊടുത്തു. ഏറ്റവും ഇളയ ഈ കുഞ്ഞമ്മയ്ക്ക് ഒരു മാല മാത്രം നൽകിയതിൻ്റെ ഗർവമാണ് ആ മുഖത്തെ ഗൗരവം. പുറകിൽ നിൽക്കുന്ന ആളാണ്, ആ നെടുനിറ നിൽക്കുന്ന ആളാണ് ഞങ്ങളെ ചാകാതെ രക്ഷിച്ച
എൻ്റെ ഇളയ മാമൻ. അമ്മയുടെ മടിയിലിരിക്കുന്നവൻ വണ്ട് മുറുക്കിയിരിക്കുന്നുണ്ട് ഒരു ചട്ടമ്പിയെ പോലെ. ആ ഇരിക്കുന്നവനാണ് പിന്നെ ഗജപോക്രിയായി മാറിയ എൻ്റെ അനുജൻ. വലത്തെ അറ്റം നിൽക്കുന്ന വായി നോക്കിയാണ് ഞാൻ, ശാന്തിയുള്ള ദിനേശ്. ഞാനും അനുജനും കരിപ്പൊട്ടൊക്കെ ഉണ്ട്, ഗോവി പൊട്ടൊക്കെ ഇട്ട് ആണ് അതിലിരിക്കുന്നത്, കാണാമല്ലോ. മാത്രമല്ല, കരി മാത്രമല്ല, 2 കൈകളിലും സ്വർണ്ണവളകളും 2 കാലുകളിലും സ്വർണ്ണ തളകളും കഴുത്തിൽ മാലയും വിരലുകളിൽ മോതിരവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിലുണ്ട്. ഇതൊക്കെ ഇട്ടാണ് ഞാൻ സ്കൂളിൽ പൊയ്ക്കോട്ടിരുന്നത്. സ്വർണ്ണവളയും സ്വർണ്ണ തളയും ഒക്കെ ഇട്ടാണ് സ്കൂളിൽ പൊയ്ക്കോട്ടിരുന്നത്. 5ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നഷ്ടമായി, വയറ് നിറച്ച് ഭക്ഷണം പോലും ഇല്ലാതായി. ഈ ഫോട്ടോയിലുള്ള 8 പേരിൽ പകുതി പേർ ഈ ലോകം വിട്ടുപോയി. അമ്മ, മൂത്ത കുഞ്ഞമ്മ, മാമൻ, പിന്നെ എൻ്റെ അനുജനും. അവൻ ആത്മഹത്യ ചെയ്തതാണ് എന്ന് ഞാനൊരിക്കലും നമ്മുടെ ചാനലിൽ മറച്ചു വച്ചിട്ടില്ല. ഏതോ ഒരു ദ്രോഹി പറഞ്ഞു അവൻ്റെ ഭാര്യയുമായിട്ട് എനിക്കെന്തോ വഴിവിട്ട ബന്ധമുള്ളതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തത്. അവൻ്റെ നാക്ക് പുഴുക്കും എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അവൻ വഴിതെറ്റിപ്പോയി, അതാണ് പ്രശ്നം. KSRTCയുടെ ഡ്രൈവറായിരുന്നു. മദ്യം കഴിച്ച് ജീവിതത്തെ നശിപ്പിച്ചപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇനി പെൻഷനായാൽ കണ്ണിന് കാഴ്ച കുറയുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവൻ സ്വയം ചെയ്തതാണ്. അല്ലാതെ ഒരു ദ്രോഹവും ആരും അവനോട് ചെയ്തിട്ടില്ല. അവൻ ചെയ്തതുപോലെ ദ്രോഹം ഞങ്ങളുടെ കുടുംബത്തിൽ ആരും ചെയ്തിട്ടുമില്ല. എന്നാലും അവനെ ഞങ്ങൾക്കെല്ലാം ഇഷ്ടമായിരുന്നു. അന്നദാതാവായ അതിൽ നിൽക്കുന്ന വെള്ള ഉടുപ്പിട്ട ഹൈറ്റിൽ നിൽക്കുന്നതാണല്ലോ എൻ്റെ ഇളയ മാമൻ. തലസ്ഥാനത്തെ MP തിയേറ്ററിലായിരുന്നു ജോലി. നായന്മാരെല്ലാം കൂടെ ചേർന്ന് NDP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കിയില്ല. ആ പാർട്ടിയുടെ തിരുവനന്തപുരം ഈസ്റ്റിലെ MLA ആയിരുന്നു MP നാരായണൻ നായർ. അദ്ദേഹത്തിൻ്റെ വകയാണ് ഈ MP തിയേറ്റർ. നമ്മുടെ യുവ തിരക്കഥാകൃത്ത് ശങ്കർ രാമകൃഷ്ണൻ്റെ അമ്മയുടെ അച്ഛനാണ് MP നാരായണൻ നായർ. ശങ്കർ രാമകൃഷ്ണൻ്റെ അച്ഛൻ രാമകൃഷ്ണൻ ഡോക്ടറായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. ഒരു ഡോക്ടറോ ഭാരമൊന്നും ഇല്ലാത്ത മാന്യനായ മനുഷ്യനായിരുന്നു. എന്ത് കാരണം കൊണ്ടെന്നറിയില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു. തിയേറ്റർ സെക്കൻഡ് ഷോ വിട്ടാൽ സൈക്കിളിൽ മാമനും ഞങ്ങളുടെ നാട്ടുകാരനായ ദേവപാലൻ എന്നു പേരുള്ള ഒരാളും കൂടി പാതിരാത്രി കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടി ശാന്തിവിളയിലെത്തും. ഞങ്ങളുടെ വീടും കഴിഞ്ഞു പോകണം ദേവപാലൻ മാമൻ്റെ വീട്ടിലേക്ക്. ശാന്തിവിളയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന താലൂക്ക് ആശുപത്രിയായ നിയമ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും കൈക്കൂലിയിൽ ഡിഗ്രി എടുത്തവർ ആയിരുന്നു അക്കാലത്ത്. ഇതിനെതിരെ ആശുപത്രിക്ക് മുന്നിൽ ഒരു സമരപ്പന്തൽ ഉയർന്നു. YVC എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ പേരിലാണ് സമരപ്പന്തൽ ഉയർന്നത്. കൈക്കൂലിക്കാരായ ഡോക്ടറോ നേഴ്സോ നടന്നു വന്നാൽ പന്തലിൻ്റെ അടുത്തെത്തുമ്പോൾ മണിയെടുത്ത് വെച്ച് അടിക്കും. കിലുകിലുകിലാന്ന് മണിയെടുത്ത് അടിക്കും. അപ്പോൾ ആളുകളെല്ലാം നോക്കുമല്ലോ, ഇതാ കൈക്കൂലി പാവി ഇതാ പോണം, ഇതാണ് സമരരീതി. അപ്പോൾ ഈ ഡോക്ടറും നേഴ്സും ഒക്കെ ചമ്മുമായിരുന്നു. അധികം ആരോടും മിണ്ടാത്ത ഒരാളാണ് സമര നേതാവ്. എവിടെ നിന്ന് വന്നെന്നോ എന്താണ് പേരെന്നോ ഒന്നും എനിക്കറിയില്ല. മസിൽ പിടിച്ച് നിൽക്കും. ഒരു ചെറുപ്പക്കാരൻ, വാ നിറച്ച് മീശയൊക്കെ ഉള്ള. അധികം വർത്തമാനം ആരോടും പറയില്ല. ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അത് ചെയ് ഇത് ചെയ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കൂടെ ശാന്തിവിളക്കാരല്ലാത്ത കുറേ ചെറുപ്പക്കാരും. ഈ മണിയടി എന്നെ നന്നായിട്ട് ആകർഷിച്ചു. സ്കൂളിൽ പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും, നിയമം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും ഈ സമരപന്തലിൽ കയറിയിരിക്കും ഞാൻ. എന്നിട്ട് ആരെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ തൊട്ട് വരും. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച് മണിയടിക്കുമായിരുന്നു. അത്തരം പരിപാടികളൊന്നും വേണ്ട, അതൊക്കെ മതിയാക്കിയിരേ എന്ന് കർശന നിർദ്ദേശം എൻ്റെ മാമൻ തന്നു. എന്നാലും പാത്തും പതുങ്ങിയൊക്കെ അവിടെ പോകുമായിരുന്നു ഞാൻ. ഒരു നാൾ പാതിരാത്രി മാമനും കൂടെയുള്ള ആളും തിയേറ്ററിലെ ഷോ കഴിഞ്ഞ് സൈക്കിളിൽ മടങ്ങി വരുമ്പോൾ സമരപ്പന്തലിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരുമായിട്ട് വഴക്കിടേണ്ടി വന്നു. റോഡിൻ്റെ നടുവിൽ നിന്ന സമരക്കാർ സൈക്കിളിന് വഴി കൊടുത്തില്ല. ഇതാണ് പ്രശ്നം. വർത്തമാനം വാക്ക് തർക്കമായി മാറി, ഉന്തും തള്ളുമായി. ആജാനബാഹുവായ ഒരു ദളിത് പയ്യൻ സൈക്കിളിൽ കാലുകുത്തി നിന്ന മാമൻ്റെ കൂടെയുള്ള ഒരു ദേവപാലൻ എന്ന് പറഞ്ഞ ആ മാമനെ ആഞ്ഞ് തള്ളി. നിലത്തേക്ക് ചാടിയ ആ മനുഷ്യൻ എന്താ പറയുക, ഇയാളുടെ മുഖമടക്കി ഒരൊറ്റ അടിയടിച്ചു കൊടുത്തു. അടിയടിച്ചു കൊടുത്തിട്ട് അയാളുടെ
ആരോഗ്യകരമായി നേരിടാനുള്ള അത്രയും കരുത്തൊന്നും ഈ ദേവപാലൻ എന്ന് പറഞ്ഞ ആളിനില്ല. അത്രയും മസിലുള്ള ചെറുപ്പക്കാരനായിരുന്നു. കൂലിപ്പണിയെന്തോ ആണ്. ദേവപാലൻ എന്ന് പറഞ്ഞ ആൾ ശാന്തിയുള്ള ആശുപത്രിയുടെയും സ്കൂളിൻ്റെയും നടുക്കൂടിയുള്ള ഇടവഴിയെ ഓടി. അതൊരു കുളത്തിൽ പോയി അവസാനിക്കുന്നതാണ്. ഈ തടിയൻ കൂടെ ഓടി. അവൻ രണ്ടുപേരും ഓടുന്നതിനിടയിൽ ചവിട്ടി തള്ളിയിട്ട സൈക്കിളും എടുത്തുകൊണ്ട് മാമൻ വീട്ടിലേക്കും പോന്നു. പിന്നാലെ കുത്തിയാൾ ഈ ഓടിയ ആൾ എങ്ങോട്ടെങ്കിലും പോയിരിക്കാം. വന്ന് കയറിയ ഉടനെ മാമൻ എന്തോ ഒരു സംശയം തോന്നിയാണ് വന്നതെന്ന് തോന്നുന്നു. പതിവില്ലാതെ മാമൻ ഇട്ടുകൊണ്ട് വന്ന ഷർട്ടും പാൻറ്റും ഒക്കെ അഴിച്ചു മാറ്റി ബക്കറ്റിൽ വാഷിംഗ് പൗഡറിൻ്റെ, അന്ന് സർഫാണല്ലോ, സർഫിൻ്റെ പൊടിയിട്ട് മുക്കി വെച്ചു. പതിവില്ലാത്ത കാഴ്ച കണ്ട അമ്മ കാര്യം തിരക്കി. മാമൻ കഥ പറഞ്ഞു, സംഭവം നടന്നത് എന്താണെന്ന് പറഞ്ഞു. മാമൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും അമ്മ പേടിച്ച് കരഞ്ഞു. അപ്പോഴാണ് മാമനൊരു പ്രശ്നം ആലോചിക്കുന്നത്. ഉന്തിലും തള്ളലിനും ഇടയിൽ മാമൻ്റെ ചെരുപ്പുകൾ ആശുപത്രിക്ക് മുന്നിൽ എവിടെയോ വീണു. നാളെ ഈ പ്രശ്നം വലുതാകാൻ സാധ്യതയുണ്ട്. കാരണം അടികൂടിയിരിക്കുന്നത് സമരപ്പന്തലിൽ സമരം നടത്തുന്നവരുമായിട്ടാണ്. ആ യുവാവ് ഒരു ദളിത് യുവാവും കൂടിയാണ്. അങ്ങനെ എന്ത് ചെയ്യണം? നാളെ പോലീസൊക്കെ വരും എന്നുള്ള ഒരു ഉറപ്പാണ്. ആരൊക്കെയാണ് ഈ രാത്രി വന്ന് ബഹളം ഉണ്ടാക്കിയതെന്ന് അന്വേഷിക്കുമ്പോൾ പോലീസ് നായയെ കൊണ്ടുവരികയാണെങ്കിൽ ആ പട്ടി മണപ്പിച്ച് ചെരുപ്പ് മണപ്പിച്ചാൽ മാമനെ തേടി വരാം. നന്ദി, നമസ്കാരം.